ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാലം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ.
മാലിന്യമുക്ത പഞ്ചായത്തിൽ മാലിന്യം കുന്നുകൂടുന്നു. അഞ്ചൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി ജലരേഖ ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. ആയൂർ കോഴിപ്പാലത്തിന് സമീപം കാർ മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് അഞ്ചൽ സ്വദേശി മാഹിൻ ഖാൻ. തെന്മലയിൽ മോഷ്ടാക്കളുടെ ശല്യം വ്യാപകമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം തെന്മല കിഴക്ക് ഭാഗത്തെ 2 വീടുകളിൽ മോഷണ ശ്രമം. വാർത്തകൾ വിശദമായി. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ട അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യ സംസ്കരണ പദ്ധതി ജലരേഖയായി മാറുന്നു. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. നാടെങ്ങും പരിസ്ഥിതി സംരക്ഷണ ചർച്ചകൾ, വൃക്ഷത്തൈ നടീൽ, കർമ്മപരിപാടികളുടെ പ്രഖ്യാപനം. എന്നാൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ട അഞ്ചൽ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വക മാർക്കറ്റിന്റെ സ്ഥിതി ഏറെ ശോചനീയമാണ്. കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കച്ചവടക്കാർക്കും ജനങ്ങൾക്കും നൽകുന്നത് പലവിധ രോഗങ്ങളും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും. ഓടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകളും പുഴുക്കളും യഥേഷ്ടം വിഹരിക്കുന്നു. ദുർഗന്ധം മൂലം കച്ചവടക്കാർ മാർക്കറ്റിനു വെളിയിലാണ് വ്യാപാരം നടത്തുന്നത്. എന്നാൽ ഇതൊന്നും കണ്ടമട്ടില്ല പഞ്ചായത്ത് അധികാരികൾ. കരം പിരിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാലിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ മൗനം മാത്രം. എല്ലാ പരിസ്ഥിതി ദിനങ്ങളിലും വൃക്ഷത്തൈകൾ വഴിപാടായി നടുന്നവർ പിന്നീട് ഇവിടേക്കൊന്ന് എത്തിനോക്കുവാൻ പോലും മെനക്കെടാറില്ല. ഇതൊക്കെ കാണുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്റെ ആദ്യ പാഠങ്ങളാണ് ഇവരെ പഠിപ്പിക്കേണ്ടതെന്ന് തോന്നും. മാലിന്യമുക്തമായ പരിസ്ഥിതിയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ഭരണാധികാരികൾക്കുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ലൈവ് വാർത്ത അഞ്ചൽ. ആയൂർ കോഴിപ്പാലത്തിനു സമീപം കാർ മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. അഞ്ചൽ മൂലക്കട വീട്ടിൽ റംല മജീദ് ദമ്പതികളുടെ മകൻ മാഹീൻ ഖാനാണ് മരിച്ചത്. അഞ്ചൽ ആയൂർ റൂട്ടിൽ കോഴിപ്പാലത്തിനു സമീപം കാർ മരത്തിലിടിച്ച് അഞ്ചൽ മൂലക്കട വീട്ടിൽ റംല മജീദ് ദമ്പതികളുടെ മകൻ മാഹീൻ ഖാനാണ് മരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും അഞ്ചലിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന മറ്റു 3 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാർ ഇടിച്ചതിന്റെ ആഘാതത്തിൽ മരം മുറിഞ്ഞു വീഴുകയും കുറച്ചു സമയം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ മാഹീൻ സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. ഈ സ്ഥലത്ത് മരണം തുടർക്കഥയാണെന്നും വേണ്ടത്ര അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കുളത്തൂപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടറി റോയി ഉമ്മൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ KSRTC പുനഃസ്ഥാപിക്കുക, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം ഉടൻ ലഭ്യമാക്കുക, കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രക്ഷോഭം നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുളത്തൂപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റോയി ഉമ്മനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതുതായി സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയും പാസ്സായി പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു പോവുകയും ചെയ്യുന്ന കുട്ടികൾക്ക് KSRTC അനുവദിച്ച കൺസെഷൻ ഇപ്പോൾ അനുവദിക്കാത്ത ഒരു അവസ്ഥയായതിനാൽ കുട്ടികളും രക്ഷിതാക്കളും വളരെയധികം കേരളമൊട്ടാകെ ബുദ്ധിമുട്ടുകയും ഇത് ട്രാൻസ്പോർട്ട് മന്ത്രി നിയമസഭയിൽ കുട്ടികൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തതും ഇത് 1 വർഷം പ്രാബല്യത്തിൽ വരികയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഇത് നൽകാതിരിക്കുകയും കാശ് കൊടുത്താൽ പോലും കൺസെഷൻ ടിക്കറ്റ് കിട്ടാത്ത ഒരവസ്ഥയാണ്. ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് അധികൃതർക്കും നിവേദനം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ MLA ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. തെന്മലയിൽ ഒരു സബ് സ്റ്റേഷൻ ഉദ്ഘാടനം നടത്തി ഇതോടുകൂടി കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകൾക്ക് യാതൊരുവിധമായ ഇലക്ട്രിസിറ്റി ക്ഷാമവും ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം ഈ കുളത്തൂപ്പുഴ നിവാസികൾ ഇന്ന് വരെ ഒരു ദിവസം 24 മണിക്കൂറുള്ളതിൽ 2 മണിക്കൂർ പോലും മൊത്തമായി കറണ്ട് ലഭിക്കാത്തൊരവസ്ഥയാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെ സമഗ്ര ഭാഗങ്ങളിലും മൊത്തം ഇടങ്ങളിലും ആനയുടെയും കുരങ്ങിൻ്റെയും പട്ടിയുടെയും പന്നിയുടെയും ശല്യം കാരണം സ്വൈര്യ ജീവിതം, മനുഷ്യന്റെ ജീവിതം തന്നെ തകരാറിലായിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുന്നു നായ്ക്കളുടെ ശല്യം, വീട്ടിൽ തുണി നനച്ചിടാനൊക്കത്തില്ല കുരങ്ങിന്റെ ശല്യം, അയ്യത്തെ യാതൊരുവിധമായ കൃഷി ചെയ്യാനൊക്കെയില്ല പന്നിയുടെ ശല്യം. അങ്ങനെ വിവിധമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിന് MLA സാന്നിധ്യത്തിൽ DFOയും DFOയും തഹസിൽദാരും ASPയും കൂടെ ചേർന്നെടുത്ത നിലപാടാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് മന്ത്രിക്കും MLAയ്ക്കും ഈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ
നിവേദനം കൊടുക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നേതാക്കളായ KJ തോമസ് കുട്ടി, K ലോപ്പസ്, അബ്ദുൽ സലീം, O രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആര്യങ്കാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി സഞ്ജു ബുഖാരി ധർണ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് ആര്യങ്കാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ആര്യങ്കാവ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സച്ചിൻ രാജ് അധ്യക്ഷനായി. മേഖലാ ജനറൽ സെക്രട്ടറി ബിനു നാഗമല സ്വാഗതം പറഞ്ഞു. INTUC സംസ്ഥാന സെക്രട്ടറി മാമ്പടത്ര സലീം മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്കിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇവിടെ അഴിമതിയും വളർന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ബാങ്കിന് സാമ്പത്തികമായിട്ട് അംഗങ്ങളുടെ എണ്ണത്തിൽ, നിക്ഷേപത്തിന്റെ വലിപ്പത്തിൽ, വായ്പയുടെ നിലപാടിൽ ഒക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കിടന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ഈ ബാങ്ക് വളർന്നതോടൊപ്പം തന്നെ ആ ബാങ്കിൽ കടുത്ത അഴിമതി വളർന്നു വന്നിരുന്നു. വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ കഴിയും. പലതും പരിശോധിക്കപ്പെടും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് G വിജയകുമാർ, കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് PC ജോർജ് കുട്ടി, ബെന്നി തോമസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IM ആൾ, വാർഡ് മെമ്പർമാരായ A ദിവാകരൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, കുട്ടിപ്പാപ്പ ജോസഫ്, പ്രിൻസ് നെടുമ്പാറ, അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചതിലും വാഹനം വാങ്ങിയതിലും വാഹനം ഓടിയ ഇനത്തിലുമെല്ലാം വൻ അഴിമതിയാണ് നടക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442558870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, കൊട്ടാരക്കര, ആയൂർ, പുനലൂർ. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471 254 5858. Presidency College.
കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. പരിസ്ഥിതി ദിനത്തിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ലോക പരിസ്ഥിതി ദിനത്തിൽ പങ്കാളിയായി. പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ R. ബൈജുകുമാറാണ് വൃക്ഷത്തൈ നടീലിന് നേതൃത്വം നൽകിയത്. ജനമൈത്രി പോലീസിന്റെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടർ R. ബൈജുകുമാർ വൃക്ഷത്തൈ നടീലിന് നേതൃത്വം നൽകിയപ്പോൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഒപ്പം കൂടി. നെല്ലി, മാവ്, തേക്ക്, വേപ്പ് തുടങ്ങിയ 100 കണക്കിന് തൈകൾ സ്റ്റേഷൻ പരിസരത്ത് നട്ടുപിടിപ്പിച്ചു. പത്തനാപുരത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വൃക്ഷത്തൈകൾ നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ പറഞ്ഞു. ഏതാണ്ട് 700 കോടി ജനങ്ങളും ഒരു പ്ലാനറ്റ്, അതായത് 7 മില്യൺ ഡ്രീംസ്, 1 പ്ലാനറ്റ് സേവ് ദം, അതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. അതായത് 700 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് അവയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാം. മരം ഒരു വരമാണെന്ന വസ്തുത മനുഷ്യൻ തിരിച്ചറിയാത്തതാണ് പ്രകൃതി നശീകരണത്തിന് കാരണമെന്ന് SI വിനോദ് കുമാറും പറഞ്ഞു. ചടങ്ങിൽ സർക്കിൾ ഇൻസ്പെക്ടർ R. ബൈജുകുമാർ, ASIമാരായ പ്രദീപ് കുമാർ, വസന്തൻ, തമ്പി, ജനമൈത്രി സിറ്റ് ഓഫീസർ MM ഷെരീഫ്, ബൈജു വി നായർ, അംബിക, നൂർജഹാൻ, ജയകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി സംരക്ഷണ റാലിയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചടങ്ങുകൾ സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കാൻ പര്യാപ്തമായ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ ഒരേ മനസ്സോടെ റാലിയിൽ അണിനിരുന്നു. പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളോട് സംവദിച്ചു. നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ഉണ്ടായിരിക്കുന്ന ആഘാതമാണ് അതിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ ലോകമാതാവായ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു കുടക്കീഴിൽ ജീവിക്കുന്ന നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ നമ്മൾ അനുഭവിക്കുക. ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകണമെന്ന് NSS വോളണ്ടിയർമാർ പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ മുഴുവൻ ക്ലാസുകളിലും പ്രകൃതി സംരക്ഷണ ഗാനവും ലഘുപ്രസംഗവും പ്രതിജ്ഞയുമായി സന്ദർശനം നടത്തി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങുകൾക്ക് KB സുരേഷ് കുമാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത ഉദ്ഘാടനം ചെയ്തു. മഴക്കാല പൂർവ്വ ശുചീകരണം എല്ലാ വർഷവും വളരെ മാതൃകാപരമായ രീതിയിൽ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് നടത്താറുണ്ട്. 19 വാർഡുകളിലും
സാനിറ്റേഷൻ കമ്മിറ്റികൾ കൂടുകയും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം, ഹരിതഭവനം പദ്ധതി, ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം, അന്ധരായ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനമാണ് കടക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പരിമളകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി. ഹരിതഭവനം പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ദേവയാനിയമ്മയും ക്ലബ്ബുകളുടെ സ്പോർട്സ് കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതിക വിദ്യാധരനും നിർവഹിച്ചു. അന്ധരായ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം വി വേണു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി രാജീവ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ബിനു, സി ദീപു, ഷജില, പ്രീജ മുരളി, ഉഷാകുമാരി, സി സന്ധ്യ, വി സുബലാൽ, സബിത തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത കടക്കൽ. തെന്മലയിൽ മോഷ്ടാക്കളുടെ ശല്യം വ്യാപകമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം തെന്മല കിഴക്ക് ഭാഗത്ത് 2 വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി തെന്മല കിഴക്ക് ഭാഗത്തെ 2 വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയ സംഭവം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പ്രദേശത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന 2 തമിഴ്നാട് സ്വദേശികളെയാണ് നാട്ടുകാർക്ക് സംശയം. ഇവർ ഇക്കഴിഞ്ഞ ദിവസം രാത്രി മോഷണശ്രമം നടത്തിയതായും നാട്ടുകാർ പിടികൂടുമെന്ന അവസ്ഥയിൽ കടന്നുകളഞ്ഞതായും നാട്ടുകാർ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തെന്മല ഡാം ജംഗ്ഷനിലെ പലചരക്ക് കടയിൽ മോഷണം നടന്നിരുന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതുകൂടാതെ തെന്മല കുന്നത്തുമല ശിവക്ഷേത്രം, തെന്മല മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ കവർച്ചകളിലും തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. തെന്മല പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാർ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് കാര്യക്ഷമമല്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. நிறைய சமாச்சாரம் நடந்துக்கிட்டு இருக்கு. இது ஏன் நடவடிக்கை எடுக்கக்கூடாது காவல்துறை அதிகாரி? அதனால் கண்டிப்பாக நடவடிக்கை எடுத்தே ஆகணும். நைட் நேரத்தில் 12 மணிக்கு வராங்க, 1 மணிக்கு வராங்க. பொம்பளை பிள்ளைய வந்து ரோட்டில் நடக்க பண்ண முடியலை. பிச்சைக்கார மாதிரி வந்து பொம்பளைய கூட செஞ்சிடறாங்க. பிச்சைக்காரங்க மாதிரி வராங்க. வீட்டில் துணிமணிகள்லாம் காஞ்சி இருக்குது. அந்த துணியெல்லாம் எடுத்துகிட்டு ஓடிடுறாங்க. அப்போ பிச்சைக்காரங்களை மாதிரி ஆக்ட் பண்ணி திருடமார்கள் இங்கே வந்து ஒவ்வொரு வீட்டிலையும் திருடிட்டு போகிறாங்க சார். ന്യൂസ് ബ്യൂറോ തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത് ENT സ്പെഷ്യലിസ്റ്റ്, ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക്, BBA,
BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MPA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. ഹിന്ദു ഐക്യവേദി അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷപൂജ സംഘടിപ്പിച്ചു. അഗസ്തിക്കോട് കീഴൂട്ടുകാവിൽ നടന്ന വൃക്ഷപൂജ ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് MK അജയൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ കാവുകളും മരങ്ങളും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും വർദ്ധിച്ചുവരുന്ന ചൂടിൽ നിന്നും രക്ഷ നേടാനും ജലദൗർലഭ്യം ഒഴിവാക്കാനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും MK അജയൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മോഹൻലാൽ അധ്യക്ഷനായിരുന്നു. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് രഘുനാഥൻ, സെക്രട്ടറി പ്രശാന്ത് നെടിയറ, വൈസ് പ്രസിഡന്റ് അനിൽ മാവിള, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ, BJP പഞ്ചായത്ത് സെക്രട്ടറി കുരുവിക്കോണം അജി തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ. കുളത്തൂപ്പുഴയിൽ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയെ വിളക്കുടി സ്നേഹതീരം ഏറ്റെടുത്തു. സാംനഗർ രേണു മന്ദിരത്തിൽ ബിന്ദുവിനെയാണ് സ്നേഹതീരം ഏറ്റെടുത്തത്. വർഷങ്ങളായി മാനസിക രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞ സാംനഗർ രേണു മന്ദിരത്തിൽ ബിന്ദുവിനെയാണ് ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്ന് സ്നേഹതീരം അധികൃതർ ഏറ്റെടുത്തത്. സംരക്ഷിക്കാനോ ചികിത്സിക്കാനോ ആരും ഇല്ലാതായതോടെ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ബിന്ദു ഇവരുടെ 7 വയസ്സുകാരി മകളെ നിരന്തരം ഉപദ്രവിക്കുക പതിവായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം ജനപ്രതിനിധികളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം SE സഞ്ജയ് ഖാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുബ്ലാഷ് കുമാർ എന്നിവരുടെ ഇടപെടലിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ 11 മണിയോടെ സ്നേഹതീരം അധികൃതർ ബിന്ദുവിനെ ഏറ്റെടുക്കുകയായിരുന്നു. ബിന്ദുവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അസുഖം കുറയുന്ന മുറയ്ക്ക് സ്നേഹതീരത്തിലേക്ക് മാറ്റുമെന്നും സ്നേഹതീരം അധികൃതർ അറിയിച്ചു. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സിസ്റ്റർ ലിസി, PRO AA വാഹിദ്, കൗൺസിലിംഗ് വിദഗ്ധ രാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിന്ദുവിനെ ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്ത പഞ്ചായത്തിൽ മാലിന്യം കുന്നുകൂടുന്നു. അഞ്ചൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി ജലരേഖ. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. ആയൂർ കോഴിപ്പാലത്തിന് സമീപം കാർ മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് അഞ്ചൽ സ്വദേശി മാഹിൻ ഖാൻ. തെന്മലയിൽ മോഷ്ടാക്കളുടെ ശല്യം വ്യാപകമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം തെന്മല കിഴക്ക് ഭാഗത്തെ 2 വീടുകളിൽ മോഷണ ശ്രമം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ ഐ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.